അഴലേറും ജീവിത അഗ്നിമഴ, 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 ശുദ്ധീകരിക്കുന്ന ചുട്ടരിക്കുന്ന തീ, ഉള്ളുകളെ ശുദ്ധീകരിക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങളെ ചുട്ടരിക്കുന്ന സ്വർഗത്തിലെ തീ നിങ്ങളുടെ ഉള്ളിൽ 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 ഇന്ന് വേണ്ടുന്ന വചനം അടിയന്റെ നാവിൽ സ്വർഗമേ ഇട്ടുതരുന്നതിനായി നന്ദി. ദൈവം സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഇരിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-ാം വചനം. 1 Thessalonians chapter 5 verse 16. തെസ്സലോനിക്ക് എഴുതപ്പെട്ട മുതൽ നിരൂപം 5-ാം അധികാരം 16-ാം വചനം. എപ്പോഴും സന്തോഷിപ്പിൻ. ആമേൻ, ആമേൻ. Rejoice evermore. எப்பொழுதும் சந்தோஷமாய் இருங்கள். Always rejoice. எப்போதும் ஆனந்திப்பின். സങ്കീർത്തനക്കാരൻ കുറച്ചുകൂടെ ആഴമായി തൻ്റെ അനുഭവത്തിന് അടിസ്ഥാനത്തിൽ അതേ വചനം 32:11 ഇപ്രകാരം എഴുതുന്നു: നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചു ആനന്ദിപ്പിൻ. ആമേൻ, ഹല്ലേലൂയ. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. മത്തായി സുവിശേഷം 5:12 രാജാതി രാജാ യേശു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ആകയാൽ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ. This is not a suggestion, but it is a command. It is God's command. ഇത് ഒരു നിർദ്ദേശമല്ല, ഇത് ഒരു കൽപ്പനയാണ്. ആമേൻ. സന്തോഷിപ്പീൻ ദൈവം നൽകുന്ന നിർദ്ദേശമല്ല, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പല കൽപ്പനകൾ അങ്ങനെ ബൈബിളിൽ അങ്ങും ഇങ്ങും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 5:18 ദൈവം കൽപ്പിക്കുന്നു: പരിശുദ്ധാത്മാവിൽ നിറയുവിൻ. നിർദ്ദേശമല്ല, കൽപ്പനയാണ്. കൊലോസ്യർ 3:15 നന്ദിയുള്ളവരായിരിപ്പിൻ. നിർദ്ദേശമല്ല, ദൈവ കൽപ്പനയാണ്. റോമർക്കെഴുതിയ ലേഖനം 12:13 പ്രാർത്ഥനയിൽ ഉറ്റിരുപ്പിൻ. ഇൻസ്റ്റന്റ് ഇൻ പ്രേയർ. നിർദ്ദേശമല്ല, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പുറപ്പാട് 14:15 എവർ ഗോ ഫോർവേഡ്. മുമ്പിലേക്ക് പോകുവിൻ. നിർദ്ദേശമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അവസാന വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു: സൽഗുണപൂർണരാകുവിൻ. ബി ദൗ പെർഫെക്റ്റ്. നിർദ്ദേശമല്ല,
ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. യോഹന്നാൻ സുവിശേഷം 16:33 ധൈര്യപ്പെടുവിൻ, നിർദ്ദേശമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ധൈര്യപ്പെടുവിൻ, ആത്മാവിൽ നിറയുവിൻ, നന്ദിയുള്ളവരായിരിപ്പിൻ, ഏത് അവസ്ഥയിലും പുറകോട്ട് പോകരുത്, മുമ്പിലേക്ക് പോകുവിൻ, പരിശുദ്ധാത്മാവിൽ നിറയുവിൻ, സൽഗുണപൂർണരാകുവിൻ. ആ കൂട്ടത്തിൽ ദൈവം നൽകുന്ന, ദൈവജനത്തിന് ദൈവം നൽകുന്ന കൽപ്പന, നീ ദുഃഖിക്കരുത്. നോ, ഞാൻ നിന്റെ ദൈവം. സ്വർഗത്തിലെ നിനക്കൊരു ദൈവമുണ്ട്. എല്ലാ വാതിലുകളും അടഞ്ഞാലും, മനുഷ്യ സമൂഹം നിന്റെ മുഖത്ത് നോക്കി തുപ്പിയാലും, ഉയരത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്. നീ എപ്പോഴും സന്തോഷിക്കുക. ആമേൻ, ഹല്ലേലൂയ. ജോയ്, ഇറ്റ് ഈസ് നോട്ട് ദ ലാഫ്റ്റർ. പലർക്കും പല രീതിയിലും തെറ്റിദ്ധാരണകളുണ്ട്. സന്തോഷം എന്നുള്ളതോ ചിരിയല്ല. മനസ്സിലായോ? മനസ്സിലായോ? അത് ചിരിയല്ല. സഭപ്രസംഗി 3:4 സാലമൻ രാജ എഴുതുന്ന, ചിരിപ്പാൻ ഒരു കാലം. There is a time to laugh. ചിരിപ്പാൻ ഒരു കാലം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സന്തോഷിപ്പീൻ. ദൈവജനം എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷം ചിരിയല്ല. ആമേൻ, ഹല്ലേലൂയ. ചിരിക്കുന്നവൻ സന്തോഷവാൻ എന്നും അർത്ഥമല്ല. ഹല്ലേലൂയ. ചിരി ആദരത്തിൽ നിന്ന് പുറപ്പെടുന്നു, സന്തോഷമോ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. മരണ വീട്ടിലും പോയിരുന്ന് പ്രത്യാശ ഉള്ളവന് സന്തോഷിക്കാം, പക്ഷെ ചിരിക്കാൻ പറ്റത്തില്ല. മരണ വീട്ടിൽ പോയിരുന്ന് സന്തോഷിക്കാം, ചിരിച്ചാൽ അവിടെ ഒരു പന്തികേടുണ്ട്. ആകയാൽ സന്തോഷം എന്നുള്ളതോ ചിരിയല്ല. ആമേൻ. മുഖം ചിരിക്കും, അകം ദുഃഖിക്കും. ആകയാൽ ചിരി സന്തോഷമേ അല്ല. സന്തോഷിക്കുന്നവന് മുഖമും അകമും സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. ആകയാൽ പൗലപ്പോസ്തലൻ തടവറയിൽ കിടക്കുന്നവൻ, വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടവൻ, ഒരു സ്വാതന്ത്ര്യമില്ലാത്തവൻ തൻ്റെ സഭയ്ക്ക് ലേഖനം എഴുതുന്നു, നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ സന്തോഷിപ്പീൻ, നമുക്ക് സന്തോഷിക്കുവാൻ വകവുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 ലേഖനത്തിൻ്റെ കരുവായി എഴുതുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്, എപ്പോഴും ചിരിപ്പീൻ എന്നല്ല. ആമേൻ, ഹല്ലേലൂയ. റിജോയ്സ് എവർമോർ. ബൈബിളിൽ 3 അവസ്ഥകളിൽ മനുഷ്യരുടെ ചിരിയെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1, മൂടന്റെ ചിരി. 2, അവിശ്വാസിയുടെ ചിരി. 3, ദൈവത്തിൻ്റെ ചിരി. അത് ഭയങ്കരമാണ്. ആമേൻ, ഹല്ലേലൂയ. വാ തുറക്കണം, വാ തുറക്കണം, ശരീരമൊന്ന് ആനങ്കട്ടെ. ഹല്ലേലൂയ. ബൈബിളിൽ 3 വകയിൽപ്പെട്ട ചിരികളുണ്ട്. 1, ദ ലാഫ് ഓഫ് അൺബിലീവർ, അവിശ്വാസികളുടെ ചിരി. 2, മൂടന്റെ ചിരി. 3, സാക്ഷാൽ ദൈവത്തിൻ്റെ ചിരി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 10 മുതൽ 15 വചനങ്ങൾ വരെ ദൈവത്തിൻ്റെ സ്നേഹിതൻ ആബ്രഹാമിൻ്റെ കൂടാരം സന്ദർശിച്ച സ്വർഗത്തിലെ യഹോവ
അവൻ ഒരു വാഗ്ദത്തം നൽകുന്നു. നീ ക്ഷീണിച്ചിരിക്കുന്നത് എന്ത്? നീ അവിശ്വസിക്കുന്നത് എന്ത്? നീ ദുഃഖിച്ചിരിക്കുന്നത് എന്ത്? അടുത്ത ആണ്ട് ഈ സമയം ഞാൻ നിന്റെ കൂടാരം സന്ദർശിക്കും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കും. ആമേൻ. ഇത് കേട്ടപ്പോൾ കൂടാരത്തിന്റെ ഉള്ളിൽ ഇരുന്ന സാറ ചിരിച്ചു. The laugh of an unbeliever. പരിഹസിച്ചുള്ള ചിരിയാണ്. എൻ്റെ വയസ്സ് 90, എൻ്റെ ഉടയവൻ ഭർത്താവിൻ്റെ വയസ്സ് 100. സ്ത്രീകൾക്കുള്ള പതിവ് നിന്ന് എത്രയോ കാലം കഴിഞ്ഞ് how can I bear a child? അങ്ങനെ ഒരു കുഞ്ഞിനെ താങ്ങുവാനും പ്രസവിക്കുവാനും എൻ്റെ ഗർഭത്തിന് ശേഷിയും ബലവുമില്ല എന്ന് കൂടാരത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് അവൾ തൻ്റെ ഉള്ളിൽ ചിരിച്ചത് അവിശ്വാസത്തിൻ്റെ ചിരി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 52-ാം വചനത്തിൽ 12 വയസ്സ് പ്രായമുള്ള പള്ളിപ്രമാണിയുടെ മോൾ ശരിക്കും മരിച്ചു. യേശു ആ വീട്ടിൽ സന്ദർശിച്ചു. നാട്ടിലുള്ളവർ ഒക്കെയും വന്നിരുന്ന് വിലപിക്കാൻ തുടങ്ങി. The Bible says God sent them out. Jesus sent them all out. എല്ലാവരെയും പുറത്താക്കി. തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യഗണം യോഹന്നാൻ, യാക്കോബ്, പത്രോസ് ഇവരുമായി കുട്ടിയുടെ അപ്പനും അമ്മയുമായി വീട്ടിനകത്ത് പ്രവേശിച്ചു. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുന്നു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കൂടി നിന്ന ശാസ്ത്രിമാരും പരിസന്മാരും പൊതുജനമും ബൈബിളിൽ യേശുവിനെ പരിഹസിച്ചു എന്നെങ്കിലും അതിൻ്റെ ഒറിജിനൽ മൂലഭാഷയിൽ അങ്ങനെയല്ല. The Bible says they mocked them to scorn. അവർ പരിഹസിച്ചു ചിരിച്ചു. ആമേൻ. അവിശ്വാസിയുടെ ചിരി. രണ്ടാമത് സമപ്രസംഗി 7:6 മൂടന്റെ ചിരി. തീയിൽ കത്തുന്ന മുള്ള് പൊടുപൊടുക്കുന്നത് പോലെ, പൊട്ടിത്തെറിക്കുന്നത് പോലെ, ചട്ടിയുടെ താഴെ കത്തുന്ന തീയിൽ കത്തുന്ന മുള്ള് പൊട്ടിത്തെറിക്കുന്നത് പോലെ സഭപ്രസംഗി 7:6 സാലമൻ രാജ എഴുതുന്നു, മൂടന്റെ ചിരി അവസാനം 0. ആമേൻ. മുഖം ചിരിക്കും. സദൃശവാക്യം 14-13. മുഖം ചിരിക്കും, ഉള്ളോ ദുഃഖിക്കും. ആകയാൽ ചിരി സന്തോഷമല്ല. മൂന്നാമത് ഒരു ചിരി ഉണ്ട്. അത് ഭയങ്കര ചിരിയാണ്. ദൈവത്തിൻ്റെ ചിരി. ദൈവത്തിൻ്റെ ചിരി അത് മനുഷ്യർക്ക് ഏറ്റവും വലിയ അപകടമാണ്. ദൈവം നമ്മെ ചിരിക്കുന്ന രീതിയിൽ നമ്മുടെ പോക്ക് ആകരുത്. സദൃശവാക്യം 1-ാം അധ്യായം 24, 25, 26 വചനങ്ങളിൽ അനേക സന്ദർഭം ദൈവം മാനവരാശിക്ക് നൽകുന്നുണ്ട്. അവൻ കൈ നീട്ടുന്നു ആശ്വസിപ്പിക്കുവാൻ. നീ കൂട്ടാക്കുന്നില്ല. അവൻ വിളിക്കുന്നു. മനുഷ്യ, ദൈവം വിളിച്ചിട്ട് നീ ശ്രദ്ധിക്കുന്നില്ല. അവൻ ആലോചന പറയുന്നു, നീ ത്യജിച്ച് കളയുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 1-ാം അധ്യായം 24, 25, 26 വചനങ്ങളിൽ കർത്താവിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ, കർത്താവ്
കർത്താവിന്റെ ക്ഷണം കൂട്ടാക്കാതെ മുമ്പോട്ട് പോയാൽ നിനക്കൊരു അനർത്ഥം വരുമ്പോൾ വേദപുസ്തകം കഠിനമായി നമ്മെ പഠിപ്പിക്കുന്ന ഷഡ്സവയ്ക്കും 26-ാം വചനത്തിലെ മനുഷ്യന് ഒരു അനർത്ഥം വരുമ്പോൾ അവൻ ദൈവം ചിരിക്കുമെന്നാണ്. തമിഴിൽ ആ വചനം അല്പം സ്ട്രോങ് ആണ്. ദേവാദിദേവൻ ആഘടിയം പണുവാർ, ആഘടിയം പണുവാർ, അട്ടഹസിച്ച് ചിരിക്കും. അതിൻ്റെ അർത്ഥം ദൈവസന്നിധി വിട്ട് പോകുന്നവന് കാണുമ്പോൾ കോവിഡിൻ്റെ പേര് പറഞ്ഞ് നിന്റെ ഉദ്ദേശത്തിൽ കാര്യം നടക്കാത്തതിൻ്റെ കാരണം പറഞ്ഞ് കൃപാലവായ യേശുവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കാതെ ദൈവസന്നിധി വിട്ടു പോകുന്നവനെ കാണുമ്പോൾ ദൈവം കൈയടിച്ച് ചിരിക്കുമെന്നാണ്. ആമേൻ. നേരെ മറിച്ച് മറ്റൊരു അവസ്ഥ ഉണ്ട്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനത്തിലെ ഒരു പാപി മാനസാന്തരപ്പെട്ട് നേരെയായി വചനം ശ്രദ്ധിച്ച് വചനം അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ദൈവം സന്തോഷിക്കുമെന്നാണ്. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമേൻ. പാപമൃത്യു സാപ ഘോരപീഡയാൽ മനമുരുകും മധ്യസേഹിടാ. പാപമൃത്യു സാപ ഘോരപീഡയാൽ മനമുരുകും മധ്യസേഹിടാ. അധ്വാനിക്കുന്നോ ഭാരം ഭാഗി പോങ്ങും യേശുവിൻ്റെ പാതേ ചേരുക. അധ്വാനിക്കുന്നോ ഭാരം ഭാഗി പോങ്ങും യേശുവിൻ്റെ പാതേ ചേരുക. നമ്പർ 1 ജെറേമിയ 15-16 വചനം. ജെറേമിയ 15-16. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷം. ആമേൻ. പ്രവാചകൻ ജെറേമിയ എഴുതുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, എനിക്ക് അങ്ങയുടെ വചനം എനിക്ക് സന്തോഷം, എനിക്ക് എന്റെ ഹൃദയത്തിന് ആനന്ദമാണ്. ദുഃഖമല്ല, ദുഃഖമല്ല. ഇവിടെ നിന്ന് എന്നും അർദ്ധരാത്രി ഞാൻ ഉണർന്നിരുന്ന് കറക്റ്റ് 12 മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള ആളുകൾക്ക് വചനം ഇങ്ങനെ വിട്ടുകൊടുക്കും. നിന്നെ വാളല്ല നിന്നെ തലയാക്കും. വെളിപ്പാട് 19:11 നമ്മുടെ രക്ഷിതാവാം ക്രിസ്തു തന്നെയാണ് വചനം. ദുഃഖമാണോ? നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ നിനക്ക് ദുഃഖമാണോ? നിനക്ക് വേണ്ടി പകരക്കാരൻ ആയവൻ നിനക്ക് ദുഃഖമാണോ? പ്രവാചകൻ ജെറമിയ എഴുതുന്ന ദൈവവചനം എനിക്ക് ആനന്ദം. എല്ലാരും ഹല്ലേലൂയ പറയണം. പോരാ, എല്ലാരും സ്തോത്രം പറയണം. എല്ലാരും വചനത്തിൽ സന്തോഷിക്കണം. ലൂക്കോസ് സുവിശേഷം 8:4 ഒരു ഉപമ, അതിൻ്റെ ഒരു ഭാഗം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ട് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്ത്. ഇത് ഉപമയുടെ ഒരു ഭാഗം. യേശു കർത്താവ് പറഞ്ഞ് ഒരു ഉപമയുടെ ഒരു ഭാഗം. 11-ാം വചനം നമ്മ വ്യാഖ്യാനിക്കുന്ന വിത്ത് ദൈവവചനം. ആമേൻ.
12-ാം വചനം അതിൻ്റെ പൊരുൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ വചനം ചില ആളുകൾ കേൾക്കുന്നു എങ്കിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരുപ്പാൻ നോക്കിയിരുന്ന് പിശാച് വന്ന് വചനം കേട്ട് ഹൃദയത്തിൽ വിട്ട് എന്നുള്ള വചനം വീണ് ആ ഹൃദയത്തിൽ നിന്ന് പിശാച് വന്ന് വചനം എടുത്തു കളയുന്നു. വലിയ ദുരന്തമാണ്, വലിയ അപകടമാണ്. ഈ പിശാച് ആർ? എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ, ഐസയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ അവന്റെ ചരിത്രം വളരെ ഭംഗിയായി ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. എസെക്കിയേൽ 28:13 വിലയേറിയ 9 വിധവിധമായ രത്നങ്ങൾ കൊണ്ട് തന്നെ മൂടി മറച്ചിരിക്കുന്നവൻ. ആമേൻ. താമ്രമണി, പ്രീതരത്നം, വജ്രം, പുഷ്പരാഗം, കോമേടകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം, ഇങ്ങനെ വിലയേറിയ മനുഷ്യ സമൂഹത്താൽ ഇന്നത് വിലയെന്ന് കണിക്കാൻ കഴിയാത്ത വിധ 9 രത്ന കല്ലുകളാൽ തന്നെ മൂടി മറച്ച് എലോൺ മാസ്ക് പോലും കയ്യേന്തി നിൽക്കുന്ന മഹാസമ്പന്നൻ. അവന്റെ പേര് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ഐസയ്യ 14:12 അരുണോയ പുത്രനായ ശുക്രൻ, ഇംഗ്ലീഷിൽ ലൂസിഫർ. 12-ാം വചനം എസെക്കിയേൽ 28:12 നമ്മ പഠിപ്പിക്കുന്നു. അവൻ 13 നാം ശ്രദ്ധിച്ചുവല്ലോ, മഹാസമനൻ. 12-ാം വചനം മഹാസൗന്ദര്യമുള്ളവൻ, സൗന്ദര്യ സമ്പൂർണൻ, ജ്ഞാന സമ്പൂർണൻ. ഇതെല്ലാം ആയപ്പോൾ സ്വർഗത്തിൽ ഇരുന്ന ഈ ദൂതൻ എന്നുള്ള ലൂസിഫർ അഥവാ അരുണോയപുത്രനായ ശുക്രൻ തൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഗർഭിച്ചു. ഐസയ്യാ 14, 12, 13, 14 വചനങ്ങളിൽ ഞാൻ അത്യുന്നതന് സമനാകും എന്ന് ഉള്ളിൽ ഗർഭിച്ചപ്പോൾ ദൈവം വിധിച്ചു, ദൈവം ശിക്ഷിച്ചു. എസെക്കിയേൽ 28:17 അവന് ഉള്ളിൽ ഗർഭിച്ചവന്, മഹാസമ്പന്നന്, മഹാസൗന്ദര്യമുള്ളവന്, മഹാജ്ഞാനമുള്ളവന്, God, the Bible says, pushed him down on the open ground. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ആ മഹാദൂതന് ദൈവം ഭൂമിയിലേക്ക് തള്ളിയിട്ട് വീണ്. അവനാണ് പിശാച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ മഹാസമ്പന്നൻ, മഹാസൗന്ദര്യമുള്ളവൻ, മഹാജ്ഞാനമുള്ളവൻ, ദൈവത്തിനും മുകളിൽ പടികേറുവാൻ ഉള്ളിൽ ഗർഭിച്ചപ്പോൾ ശിക്ഷിക്കപ്പെട്ടവൻ, രക്ഷ നഷ്ടപ്പെട്ടവൻ. അവന്റെ ഏക പദ്ധതി നീയും രക്ഷിക്കപ്പെടരുത്. ആമേൻ. നീയും അവനെപ്പോലാകണം എന്നുള്ളതാണ്. ഒരുവൻ വചനം കേട്ടാൽ അവന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാക്കും. അവന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായാൽ അവൻ രക്ഷിക്കപ്പെടും. മത്തായി സുവിശേഷം 22:29, മർക്കോസ് സുവിശേഷം 12:24 2 വചനങ്ങൾ നമ്മ പഠിപ്പിക്കുന്നു. People are mistaken for they do not know the word of God. വചനം അറിയാകയാൽ, വചനം കേൾക്കാകയാൽ, വചനം അനുസരിക്കുകയാകയാൽ, അനുസരിക്കായകയാൽ ജനം തെറ്റിപ്പോകുന്നു. അനുസരിക്കാതിരുപ്പാൻ,
கேட்காதிருப்பான், வചனம் செய்யாதிருப்பான், வചனத்தில் சந்தோஷம் கண்டாத்திருப்பான். கேட்ட வചனம் ஹிருதயத்தில் வீழும்போல் தன்னே பிசாசு வந்து எடுத்து களைகின்ற நீ சிக்ஷிக்கப்படுவான் வேண்டி. பல தந்திரங்கள் அவன் மெனையும். நான் கொரிந்து லேகனத்தில் பவுலப்போஸ்தலன் எழுதுன்னு, மை சில்ட்ரன் டோன்ட் யூ நோ த ஸ்கீம்ஸ் ஆஃப் டபுள். 2 கொரிந்தியர் 2:12 நின்ற உள்ளில் விதைக்கப்பட்ட ஜீவ வചனம் நின்ற உள்ளில் கிரியை செய்யாதிருப்பான். பழைய அர்ணோய புத்திரனாகிய சுக்கிரன் உள்ள இன்னத்த பிசாசு தந்திரங்கள் மனையும். ഒന്നാമത്തെ തന്ത്രം, അവൻ എങ്ങനെ സിമുഖം പോലെ ആര വിഴുങ്ങേണ്ട എന്ന് അലഞ്ഞു നടക്കും. ആമേൻ. ഉത്സവത്തിന്റെ രൂപിൽ, വിഗ്രഹങ്ങളുടെ രൂപിൽ, മന്ത്രവാദികളുടെ രൂപിൽ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. 1 പത്രോസ് 5-8 pretending to be a lion, the devil is roaring to swallow you out. നിന്ന വിഴുങ്ങേണ്ടതിന്. യോഹന്നാൻ 8:44 അവനൊരു പേരുണ്ട്, അവൻ കുലപാതകൻ, നിന്നെ വിഴുങ്ങുന്നവൻ, നിന്നെ തകർക്കുന്നവൻ, നിന്റെ സമാധാനം ഇല്ലാതാക്കുന്നവൻ. അതവൻ മെനയുന്ന തന്ത്രം 1. രണ്ടാമത്തെ തന്ത്രം ரோமர் 5:12, വെളിപ്പാട് 20:14, ரோமர் എഴുതിയ ലേഖനം 6:23, പ്രത്യേകിച്ചും 1 യോഹന്നാൻ 3:8 നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നവൻ. ആമേൻ, ഹല്ലേലൂയ. 1 നിന്നെ വിഴുങ്ങുന്നവൻ, 2 പാപം ചെയ്യിക്കുന്നവൻ, 3 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു നിന്നെ രോഗം നിന്റെ ഉള്ളിലാക്കി കിടത്തുന്നവൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 22:29, മർക്കോസ് സുവിശേഷം 12:24 2 വചനങ്ങൾ നമ്മ പഠിപ്പിക്കുന്നു. People are mistaken for they do not know the word of God. വചനം അറിയായികയാൽ, വചനം കേൾക്കാകയാൽ, അനുസരിക്കായികയാൽ ജനം തെറ്റിപ്പോകുന്നു. അനുസരിക്കാതിരുപ്പാൻ, കേൾക്കാതിരുപ്പാൻ, വചനം ചെയ്യാതിരുപ്പാൻ, വചനത്തിൽ സന്തോഷം കണ്ടാത്തിരുപ്പാൻ. കേട്ട വചനം ഹൃദയത്തിൽ വീഴുമ്പോൾ തന്നെ പിശാച് വന്ന് എടുത്തു കളയുന്നു നീ ശിക്ഷിക്കപ്പെടുവാൻ വേണ്ടി. പല തന്ത്രങ്ങൾ അവൻ മെനയും. ഞാൻ കൊരിന്ത് ലേഖനത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, മൈ ചിൽഡ്രൻ ഡോണ്ട് യു നോ ദ സ്കീംസ് ഓഫ് ഡബിൾ. 2 കൊരിന്ത്യർ 2:12 നിന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ജീവവചനം നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യാതിരുപ്പാൻ പഴയ അർണോയ പുത്രനായ ശുക്രൻ എന്നുള്ള ഇന്നത്തെ പിശാച് തന്ത്രങ്ങൾ മെനയും. ഒന്നാമത്തെ തന്ത്രം, അവൻ ഇങ്ങനെ സിമുഖം പോലെ ആര വിഴുങ്ങേണ്ട എന്ന് അലഞ്ഞു നടക്കും. ആമേൻ. ഉത്സവത്തിന്റെ രൂപിൽ, വിഗ്രഹങ്ങളുടെ രൂപിൽ, മന്ത്രവാദികളുടെ രൂപിൽ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. 1 പത്രോസ് 5-8 pretending to be a lion, the devil is roaring to swallow you out. നിന്നെ വിഴുങ്ങേണ്ടതിന്. യോഹന്നാൻ 8:44 അവനൊരു പേരുണ്ട്, അവൻ കുലപാതകൻ, നിന്നെ വിഴുങ്ങുന്നവൻ, നിന്നെ തകർക്കുന്നവൻ, നിന്റെ സമാധാനം ഇല്ലാതാക്കുന്നവൻ.
അത് അവൻ മെനയുന്ന തന്ത്രം ഒന്ന്. രണ്ടാമത്തെ തന്ത്രം റോമർ 5:12, വെളിപ്പാട് 20:14, റോമർക്കെഴുതിയ ലേഖനം 6:23, പ്രത്യേകിച്ചും 1 യോഹന്നാൻ 3-ാമത്തെ ഇടവചനത്തിൽ നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നവൻ. ആമേൻ, ഹല്ലേലൂയ. 1 നിന്നെ വിഴുങ്ങുന്നവൻ, 2 പാപം ചെയ്യിക്കുന്നവൻ, 3 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു നിന്നെ രോഗം നിന്റെ ഉള്ളിലാക്കി കിടത്തുന്നവൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു ലൂക്കോസ് സുവിശേഷം 13:10 യേശു ഒരു പള്ളിയിൽ പ്രവേശിച്ചു വചനം വിതറിയപ്പോൾ the entire congregation was packed. പള്ളി നിറച്ച ആളുകൾ. അവിടെ അതിൻ്റെ നടുവിൽ ഒരു സ്ത്രീ കൂനിയിരിക്കുന്നത് യേശു കണ്ടു. ചരിത്രം നമ്മ പഠിപ്പിക്കുന്നു അവൾ അന്ന് മാത്രം കൂനിയിരിക്കുന്നവളല്ല, 18 ആണ്ടുകളായി പൊല്ലാത്ത പിശാസ് ഇവളെ കൂനി വച്ചിരിക്കുന്നു. യേശുവിൻ്റെ കണ്ണുകൾ നമ്മുടെ കണ്ണുകൾ മോടി പിടിച്ചിരിക്കുന്നവരിൽ പതിയും, പൊക്കമുള്ള ആളുകളിൽ പതിയും, വണ്ണമുള്ള ആളുകളിൽ പതിയും, സ്റ്റൈലായി വന്നിരിക്കുന്ന ആളുകളിൽ പതിയും. യേശുവിൻ്റെ കണ്ണുകളോ കൂനിയിരുന്ന സ്ഥിതിയിൽ പറഞ്ഞു. The Bible says Jesus called her. യേശു അവളെ വിളിച്ചു, തൻ്റെ കരം നീട്ടി അവളെ തൊട്ട് അവൻ കൽപ്പിച്ചു, നിന്നെ ബന്ധിച്ചിരുന്ന പാട് എന്നോട് മാറിയിരിക്കുന്നു. അവൾ ക്ഷണത്തിൽ നിവർന്ന്. ആമേൻ. ആ യേശു ഇവിടെ ഉണ്ട്. ആ യേശു ഇവിടെ ഉണ്ട്. ആ യേശു കർത്താവ് ഇവിടെ ഉണ്ട്. ആ രാജാതി രാജ ഇവിടെ ഉണ്ട്. നിന്നെ നിവർത്തുവാൻ, നിന്നെ പിശാസിന്റെ വായിൽ കൊടുക്കാതിരുപ്പാൻ, പാപം ചെയ്യുവാൻ ടെംപ്റ്റാക്കുന്നവന് നിന്നിൽ നിന്ന് വെളിയിൽ എടുത്ത് നിനക്ക് മോചനം നൽകുവാൻ യേശു ഇവിടെ ഉണ്ട്. 4 അവൻ മെനയുന്ന തന്ത്രം ലൂക്കോസ് സുവിശേഷം 22:31 നീ വിശ്വസിക്കാതിരുപ്പാൻ, വിശ്വസിച്ചു ഈ സ്വർണ്ണ ഫെയ്ത്തിൽ നിലനിൽക്കാതിരുപ്പാൻ അവൻ പാറ്റുന്നവൻ, കോതമ്പ് പോലെ പാറ്റുന്നവൻ. ഇതാണ് അവൻ മെനയുന്ന തന്ത്രം. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നീ വിശ്വസിപ്പാൻ, നീ വിശ്വസിച്ച് യേശുവിൽ കൂടി രക്ഷ കണ്ടെത്തുവാൻ കാരണമായി ആധാരമായിരിക്കുന്ന വചനം നിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ വിടുക്കപ്പെടുമ്പോൾ അവൻ ഉടനെ അത് എടുത്തു കളയുന്നു. നീ എന്ത് ചെയ്യണം? ഐസയ്യാ 52:2 അവന് ഇടം കൊടുക്കരുത്. അവൻ വന്ന് ഇരിക്കുന്നു എന്ന് നീ അറിഞ്ഞാൽ നീ കൊടഞ്ഞിക്കളയുക. ആമേൻ, ഹല്ലേലൂയ. കൊടഞ്ഞിക്കളയുക. ഉത്സവ പറമ്പിൽ പോയി കയ്യും കെട്ടി നിൽക്കരുത്. മന്ത്രവാദിയെ കണ്ടാൽ അണ്ണാ എന്ന് വിളിക്കരുത്. ഓടിക്കളയുക, കൊടഞ്ഞിക്കളയുക. യാക്കോബ് ലേഖനം 4-7 ഒരു മനോഹരമായ വചനമുണ്ട്. സാത്താനോട് എതിർത്ത് നിൽക്കുക. അവൻ വരുന്നു. നിന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വിത്ത് എന്നുള്ള ദൈവവചനം എടുത്തു കളഞ്ഞ് നീ ശിക്ഷിക്കപ്പെടുവാൻ തന്ത്രമൊരുക്കുന്ന പിശാസ് എതിർത്ത് നിൽക്കുക. ആമേൻ. എങ്ങനെ എതിർക്കാം? പാർട്ടി ഉണ്ടാക്കി എതിർക്കാമോ? സംഘടന ഉണ്ടാക്കി എതിർക്കാമോ? എങ്ങനെ? ഹൗ ക്യാൻ വി റെസിസ്റ്റ് ദ ഡെവിൾ?
നമ്പർ 1 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. റോമർ 10 അധ്യായം 17 വചനത്തിൽ വചനം കേൾക്കുക. ആമേൻ. കേൾക്കണം, കേൾക്കണം. ഇത് ജീവനാണ്, പ്രസംഗമല്ല. ചെവി കൊണ്ടല്ല കേൾക്കേണ്ടത്. റോമർ 10:17 നിന്റെ ഹൃദയം കൊണ്ട് ദൈവവചനം കേൾക്കണം. ആമേൻ. സങ്കീർത്തനം 119:11 കേട്ട വചനം അവൻ കുത്തിക്കൊണ്ട് പോകരുത്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കേട്ട ജീവന്റെ വചനം ദൈവവചനത്തിലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. കൈകളെ തട്ടി സോളമൻ രാജ സദൃശവാക്യത്തിൽ എഴുതുന്നു. ശേഷവയ്ക്ക് 4:21 വചനത്തിലെ വചനം ഹൃദയത്തിന്റെ നടുവിൽ ദൈവവചനത്തിലെ നട്ടുവയ്ക്കുക. കേൾക്കണം, സംഗ്രഹിക്കണം, നട്ടുവയ്ക്കണം. പോരാ, എസ്രാ ശാസ്ത്രി എന്നുള്ള ദൈവഭക്തൻ സങ്കീർത്തനം 119:16 വചനത്തിൽ എഴുതുന്നു, നിന്റെ വചനം നിമിത്തം, ദൈവവചനം നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. ഉണ്ടോ? പേടിയുണ്ടോ? പേടിക്കണം, വിറയ്ക്കണം. ദൈവസന്നിധിയിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ഉള്ളു പേടിക്കണം. പാപം ചെയ്യാതിരുപ്പാൻ ഉള്ള ഭയം, ശരീരമിട്ട് കുലുക്കുന്ന ഭയമല്ല. പുറപ്പാട് പുസ്തകം 20:20 പാപം, അക്രമം, അനീതി, ദുഷ്ടത, കള്ള്, മായാകാരം, അക്രമം ചെയ്യാതിരുപ്പാൻ ഉള്ളിൽ ഉണ്ടാകുന്ന ദൈവ ഭയം. വചനം കേൾക്കുമ്പോൾ പേടിക്കണം. അതാണ് യാക്കോബ് ലേഖകൻ എഴുതുന്നു. യാക്കോബ് 1:22 വചനം ചെയ്യുന്നവർ, വചനം അനുസരിക്കുന്നവർ ആകുക. ആമേൻ. ജെരേമിയ എഴുതുന്നു, ഈ വചനം കേൾക്കുമ്പോൾ മറ്റവർക്ക് ദുഃഖമെങ്കിലും എനിക്ക് സന്തോഷമാണ്. ആമേൻ, ആമേൻ. It is joy when I hear the word of God. It is joy. എനിക്ക് ആനന്ദമാണ്. സാധാരണമായി ജീവിതം നേരെയാക്കാതെ ശ്രദ്ധിക്കണം. ഈ വചനം കേട്ടാൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. മനസ്സിലായോ? മനസ്സിലായോ? ജീവിതം നേരെയാകാതെ വചനം കേൾക്കുമ്പോൾ കൈക്കൂലി, കുറുക്കുമാർഗത്തിൽ സന്ധ്യം കൊടുത്താൽ കാര്യം നേടിത്തരാം, ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ പിടിപെട്ട് ഇവിടെ വന്നാൽ ഒരു കാര്യം നടക്കുമോ എന്ന് ഒരു മന്ത്രവാദിയെ പോലെ, ഊമ വിഗ്രഹത്തെ പോലെ ഭയങ്കരനായ യേശുവിന്റെ മുമ്പിൽ വന്ന് ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ കേട്ടാൽ വചനം നിന്നെ കുത്തും. അപ്പോസ്തലർ 2:37 പത്രോസ് എന്നുള്ള മുക്കുവൻ എഴുന്നേറ്റ് ദൈവഗീതം വചനമായി പ്രസ്താവിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഉള്ളു കുത്തും. കാരണം ഇത് സോപ്പല്ല, ഇത് റബ്ബറല്ല. ജെരമ്യ പ്രവാചകൻ എഴുതുന്നു 23:29 ഇത് കത്തുന്ന തീയും നിന്നെ അടിച്ചുടയ്ക്കുന്ന ശുദ്ധികയും. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. ആകയാൽ നടപ്പും പോക്കും പ്രവൃത്തിയും നിന്റെ ശൈലിയും നിന്റെ സംസാരമും നിന്റെ നോട്ടമും
നിന്റെ ജീവിതവും നേരെയാക്കി. ഈ വചനം കേട്ടാൽ ഉള്ളിൽ ഉണ്ടാകുന്നത് ആനന്ദമാണ്. Prophet Jeremiah did it. ജെറേമിയ അത് ചെയ്ത് കർത്താവ് അരുളി ചെയ്യുന്നു. 10 പ്രസംഗം പ്രസംഗിക്കാനല്ല ജെറേമിയ നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ അമ്മയുടെ കരുവിൽ നീ ഉൽപാദമായ എല്ലും പല്ലും മുളയ്ക്കാത്ത അന്നേ എൻ്റെ വലിയ വേലയ്ക്ക് മകനെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത്. That's why God in heaven forbid marriage life in your life. ഒരു വിവാഹ ജീവിതം പോലും നിനക്ക് അനുവദിക്കാതെ പൂർണ്ണ പരിശുദ്ധനായി നിന്നെ വിളിച്ചു പോകാം. നെറ്റിപ്പട്ടമും കാട് മുതൽ കാല് കണ്ണ് വരെ വെള്ള വസ്ത്രമും ഇടയ്ക്കൊരു കറുത്ത കെട്ടും കെട്ടി ആശാന്മാർ വരും. Go to the temple gate and proclaim. ജെറേമിയ 7:2, ജെറേമിയ 7:3. ജെറുസലേം ദേവാലയത്തിൻ്റെ മെയിൻ വാതിൽക്കൽ പോയി നിന്ന് എന്നെ പ്രസ്താവിക്കുക. ജനമേ, നടപ്പും പ്രവൃത്തിയും നേരെയാക്കിക്കൊള്ളുക. അത് നേരെ ആക്കിയിട്ട് ജെറേമിയ പ്രസ്താവിച്ചു. ആകയാൽ കേട്ട വചനം അവൻ്റെ ജീവിതത്തിൽ ആനന്ദം നൽകി. ആമേൻ, ആമേൻ. നല്ലവനെ വല്ലവനെ പൊന്ന് കാന്തനെ അല്ലൽ തീർക്കാം എന്നോ വന്നു ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലവനെ പൊന്ന് കാന്തനെ അല്ലൽ തീർക്കാം എന്നോ വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോട് വീണകളേണ്ടി, തുല്യമില്ല മോദത്തോട് വീണകളേണ്ടി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. പ്ലീസ് ബി സീറ്റഡ്. രണ്ടാമത് 1 പത്രോസ് 1-ാം അധ്യായം 8-9 വചനങ്ങൾ. ബൈബിൾ തുറക്കണം, വായിക്കണം, പെണ്ണുകൊണ്ട് വരയ്ക്കണം. ഇത് നീ അറിഞ്ഞില്ല എന്ന് പോയി അവസാന നാളിൽ കരയരുത്. ആമേൻ, ആമേൻ. 1 പത്രോസ് 1:8-9. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ക്രിസ്തുവിന് നിങ്ങളും ഞാനും അക്ഷരാർത്ഥം കണ്ടിട്ടില്ല എങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കും. അങ്ങനെയുള്ള വിശ്വാസം കാണാതെ, we have not touched him literally, we have not our own flesh eyes never saw him literally, we heard, നാം കേട്ടിട്ടുണ്ട്. ഈ രാജാവിനെ നാം കണ്ടിട്ടില്ല. അങ്ങനെ കാണാതെ വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ അന്തമായ ഫലമായ ലാക്കായ ആത്മരക്ഷ. കൈകളെ തട്ടി നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ ഞാൻ പ്രസ്താവിക്കുന്ന യേശുവിനാൽ മാത്രമേ കഴിയുള്ളൂ. ആത്മരക്ഷ.
പറഞ്ഞു The തീരാത്തതും salvation of your soul. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം ആനന്ദിക്കുകയും ചെയ്യുന്നു. പുതിയ വീട് കിട്ടി, പറഞ്ഞു തീരുന്ന സന്തോഷം. ഒരു കുഞ്ഞ് ജനിച്ച് പറഞ്ഞു തീരുന്ന സന്തോഷം. ഒരു കല്യാണമായി, ഒരു ഗവൺമെൻറ് സർവീസിൽ കയറി പറഞ്ഞു തീരുന്ന സന്തോഷം. നിനക്ക് ലഭിച്ച ആത്മരക്ഷ, സ്വർഗത്തിലെ പ്രവേശനം, നിത്യമായി സ്വർഗത്തിൽ യേശു ഇരിക്കുന്ന ആ സ്ഥലം നിനക്ക് ലഭിച്ചു. Inexpressible and glorious joy. Hallelujah. Hallelujah. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. ആദ്യം നാം ശ്രദ്ധിച്ചത് വചനത്താൽ ഉണ്ടാകുന്ന സന്തോഷം. ഇത് കണ്ടിട്ടില്ലാത്ത യേശുവിനെ വിശ്വസിക്കുന്ന മുഖാന്തരം വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ. അടുത്ത വചനം വായിച്ചു നോക്കിയാൽ അല്പം കൂടെ ആഴം. 10-ാം വചനം, വരുവാനിരിക്കുന്ന കൃപ. അങ്ങനെയാണെങ്കിൽ നീ യേശുവിൽ പ്രാപിച്ചെടുത്ത ആത്മരക്ഷ ഇപ്പോഴുള്ള കൃപ. ആമേൻ. വാ തുറക്കുന്നില്ലല്ലോ. പ്രസന്റ് ഗ്രേസ്, യേശുവിൽ കൂടി ലഭ്യമാകുന്ന ആത്മരക്ഷ ഇപ്പോൾ നീ ലഭിച്ച പ്രസന്റ് കൃപ. പറഞ്ഞു തീരാത്ത സന്തോഷം, പറഞ്ഞു തീരാത്ത മഹിമ, ഇനി വരുവാനുള്ള കൃപ. 1 പത്രോസ് 1:10 ഫ്യൂച്ചർ ഗ്രേസ്. അത് ഒരിക്കലും പറഞ്ഞു തീരാത്ത സന്തോഷം, മഹിമയേറിയ സന്തോഷം. അതെന്താണ്? ഭാവിയിലെ കൃപ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാം വചനത്തില് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. 1 ദശമൊക്കെ 1-ാം അധ്യായം 4-ാം അധ്യായം 16-ൽ ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിൽ നിത്യ ജീവന് വേണ്ടി ഉയർക്കും. That is called, the Bible records, future grace. ഭാവിയിൽ നിനക്ക് ലഭ്യമാകുന്ന കൃപ. ഈ ശരീരം വീണ്ടെടുപ്പ് പ്രാപിക്കും. തെളിവ് 2 രാജാക്കന്മാർ 13:21 ശരിക്കും 12 മാസങ്ങൾക്ക് മുമ്പ് മരിച്ച ഭക്തൻ എലീശയുടെ പ്രേതം നമുക്കറിയാം എന്തായിരിക്കും. കറയാനും പുഴുവും നാറ്റമും പഴുപ്പും വീർണമും കൊണ്ടുവരുന്ന എലീശയുടെ ശരീരത്തിൽ കർത്താവിന്റെ ബലമുള്ള ആത്മാവിന്റെ പ്രവർത്തനം കേട്ടുകൊള്ളുക. മോവാബിയ പടക്കൂട്ടത്തെ കണ്ടിട്ട് ഒരു പ്രേതത്തെ അടക്കാൻ വന്ന ചില ആളുകൾ ഭയപ്പെട്ട് ആ പ്രേതത്തെ എലീശയുടെ കല്ലറയിൽ ഇട്ടപ്പോൾ നാറുന്ന അസ്ഥി, എലീശയുടെ നാറുന്ന അസ്ഥി, നാറുന്ന ശരീരം, പഴുത്ത ശരീരത്തിൽ പ്രേതം തൊട്ടപ്പോൾ പ്രേതം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നടന്ന് എഴുന്നേറ്റ് നിന്ന് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ ഒരു അഴുകിയ ശരീരത്തിൽ കൂടി ആത്മാവിന് ഇത്ര വൻ ക്രിയ ചെയ്യുവാൻ കഴിയുമെങ്കിൽ ജീവനോടിരിക്കുന്ന നിന്നിൽ കൂടി എന്നിൽ കൂടി എത്ര വലിയ ക്രിയകൾ ദൈവ ആത്മാവിനാൽ ചെയ്യുവാൻ കഴിയും. ചുരുക്കത്തിൽ നമ്മുടെ ശരീരം വീണ്ടെടുപ്പ് പ്രാപിക്കും. അത് യോബ് എഴുതുന്ന
Job, God's servant and devout man, Job is the fittest person to declare. കാരണം ആളുകളുടെ മുമ്പിൽ ഇവനൊരു നിന്ദാപാത്രം. നീ ആരെ വിശ്വസിച്ച്? എല്ലാം പോയല്ലോ. സമ്പത്ത് പോയി, സൗന്ദര്യം പോയി, വെണ്ണ കൊണ്ട് കഴുകിയവൻ ഇന്ന് വ്രണം കൊണ്ട് നിറഞ്ഞ് കരയുന്നു. 10 മക്കളിൽ ഒരു കുട്ടി മരിച്ചു എന്നല്ല, 10 മരിച്ചു. പ്ലസ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. അവൻ ഇനി എന്നെ കൊന്നാലും അവനായി തന്നെ കാത്തിരിക്കും. ഇതിന്റെ പേരാണ് വിശ്വാസം. കേട്ടുകൊള്ളണം, ഇതിന്റെ പേരാണ് വിശ്വാസം. സഹോദര, എന്താണ് ആരാധനയ്ക്ക് കാണാത്തത്? ഗർഭം ധരിച്ച്, എടേ നിനക്ക് ഗർഭമോ? ഇപ്പം ആണും കല്യാണമുണ്ട്, ഇപ്പം ആണുങ്ങൾ പ്രസവിക്കുന്നു. അല്ല, ഭാര്യയ്ക്ക് ഗർഭമെങ്കിൽ എടാ നിനക്കെന്ത് ആരാധനയിൽ വരാൻ? നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദൈവസന്നിധി വിട്ട് അകന്ന് ഇരിക്കാൻ ഈ ജനം പഠിച്ചുപോയി. അപകടം, അപകടം. ദൈവദാസനാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഉള്ളിലിരിക്കുന്ന ആത്മാവ് എരിയുന്നു. അപകടം, അപകടം. അകന്നു പോകരുതേ, അടുത്തു വരിക. 10 മരിച്ചിട്ടും യോബ് പ്ലസ് അടിക്കുന്ന അവൻ ഇനി എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഞാൻ അവനെ കാണും. வேதம் சொல்லுகிறது, யோபு சொல்லுகிறார், நான் என் கண்களால் அவரை தரிசிப்பேன். I will see him, I will see him. പഴുത്ത് കറയാൻ പിടിച്ച് പുഴു പിടിച്ച് രോഗം പിടിച്ച് ഒന്നുമില്ലാതെ എൻ്റെ ശരീരമായാലും ഈ ദേഹസഹിതനായി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. അവൻ എന്നെ വീണ്ടെടുക്കും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഐസയ്യ 26-21 വചനത്തിലെ വെളിപ്പാട് പുസ്തകം 20-13 വചനത്തിലെ ഐസയ്യ 26-19 വചനത്തിലെ യഹോവ ഭൂവാസികളെ അവനവന്റെ അകർത്തിയ പ്രകാരം സന്ദർശിക്കുവാൻ തന്റെ സ്ഥലത്തിൽ നിന്ന് ഇതാ വരുന്നു. ആമേൻ. പേടിയില്ലേ? ഐസയ്യ 26-21. ഇതാ ഓരോ മനുഷ്യന്റെ അക്രമം അകൃത്യം അനീതി മുഖാന്തരം ഓരോ ആളുകളെയും വിധിക്കുവാൻ സന്ദർശിക്കുവാൻ തന്റെ സ്ഥലത്തിൽ നിന്ന് യഹോവ പുറപ്പെട്ടു കഴിഞ്ഞ് അവൻ വരുമ്പോൾ ഭൂമി പ്രേതങ്ങളെ ശ്രദ്ധിക്കും. ആമേൻ. ഞാൻ പറഞ്ഞ വചനത്തിന് അടിസ്ഥാനത്തിൽ പാതാളം തന്നിലുള്ള പ്രേതങ്ങളെ ശ്രദ്ധിക്കും, ഏൽപ്പിച്ചു കൊടുക്കും. മരണം തന്നിലുള്ള പ്രേതങ്ങളെ അവന്റെ മുമ്പിൽ ശ്രദ്ധിക്കും. സമുദ്രം അവിടെ ഉള്ള സകല പ്രേതങ്ങളെ യഹോവയുടെ മുമ്പിൽ ശ്രദ്ധിച്ചു കൊടുക്കും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉണ്ട്. How? The Bible says in 2 separated categories. എഫേസ്യർ 2:12, ദാനിയേൽ 12:2, യോഹന്നാൻ 5:29, അപ്പോസ്തല പ്രവൃത്തികൾ 24:15. വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന ആളുകൾ നിത്യ ശിക്ഷയ്ക്കായിട്ടും ഉയർക്കും, നിത്യ ജീവനായിട്ടും നിത്യ രക്ഷയ്ക്കായിട്ടും ഉയർക്കും. മനസ്സിലായോ? എല്ലാവരും ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ നിത്യ രക്ഷയ്ക്കായി ഉയർക്കുമ്പോൾ
മറ്റവൻ നിത്യ ശിക്ഷയ്ക്കായി ഉയർക്കും. ഞാൻ ഈ കാലത്ത് കർത്താവ് പ്രസ്താവിക്കുവാൻ അധികാരം തന്നിരിക്കുന്ന ഈ യേശു ക്രിസ്തുവാണ്. മേഘാരൂഢൻ is only a healing a wound, not a healing wound. ഒരു മുറിവ് സൗഖ്യമാക്കുന്ന യേശു അല്ല. സകല ആളുകളെയും നിന്റെ പ്രധാനമന്ത്രിയെ, നിന്റെ പ്രസിഡന്റിനെ, നിന്റെ മുഖ്യമന്ത്രിയെ, നിന്റെ ഗവർണർമാരെ, നിന്റെ മാജിസ്ട്രേറ്റിനെ, സകല ഗവർണർമാരെ, നിന്നെയും എന്നെയും ഒരു പുഴു പോലും മിച്ചമിരുത്താതെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദിവ്യ സിംഹാസനത്തിൽ ഇരുന്ന് തന്റെ അധികാരത്തിൽ വിധിക്കുന്ന ക്രിസ്തു. അവനെ എതിരേൽപ്പാൻ നിത്യ ജീവനായുള്ള വീണ്ടെടുപ്പിന്റെ ശരീരം പ്രാപിക്കണം. യേശു കർത്താവ് അരുളി ചെയ്യുന്ന യോഹന്നാൻ 14 ആദ്യ വചനത്തിൽ, അന്ന് സ്വർഗത്തിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിൽ നീയും ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ. യേശു സ്വർഗത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് നീയും ഇരിക്കേണ്ടതിന് നിനക്കൊരു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഉണ്ട്. ആൻഡ് ഫൈനലി അവസാനം റോമർ 14:17. റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആ വചനമാണ് ഭയങ്കരം. പരിശുദ്ധാത്മാവിൽ സന്തോഷം, വചനത്തിൽ സന്തോഷം, വരുവാനുള്ള കൃപയാം എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൽ സ്വർഗത്തിൽ യേശുവോട് കൂടെ ഞാൻ പോയിരിക്കുമെന്നുള്ള പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. ആടിൽ സന്തോഷം, ഇവിടെ പരിശുദ്ധാത്മാവിൽ സന്തോഷം. മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, Holy Spirit is not a force. ദൈവാത്മാവ് ഒരു സമർത്ഥമല്ല. Holy Spirit is not only a strength, ഒരു ബലം മാത്രമല്ല, ഒരു പവർ മാത്രമല്ല. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ബലം മാത്രമല്ല, സമർത്ഥം മാത്രമല്ല, ഫോഴ്സ് മാത്രമല്ല, അവൻ ദൈവമാണ്. വാ തുറന്ന് ദൈവത്തെ സ്തുതിപ്പി. ഹല്ലേലൂയ. കാരണം ദൈവത്തിനുള്ള എല്ലാ സവിശേഷതയും, യഹോവ ദൈവത്തിനുള്ള എല്ലാ സവിശേഷതയും പരിശുദ്ധാത്മാവിനുമുണ്ട്. Therefore, Holy Spirit is God. ദൈവം സർവവ്യാപി. സങ്കീർത്തനം 139:7. പരിശുദ്ധാത്മാവും സർവവ്യാപി. ദൈവത്തിന് എല്ലാം കഴിയും. ലൂക്കോസ് 1:35 പരിശുദ്ധാത്മാവിന് ഏത് ചെയ്യുവാനും കഴിയും. ആമേൻ. ദൈവം എല്ലാം അറിയുന്നവൻ. 1 കൊരിന്ത്യർ 2:10 പരിശുദ്ധാത്മാവാം ദൈവവും എല്ലാം അറിയുന്നവൻ. ദൈവം നിത്യൻ, പരിശുദ്ധാത്മാവും എബ്രായർ 9:14 പ്രകാരം നിത്യ ആത്മാവ്. ആകയാൽ ഈ ആത്മാവിൽ നിറയുവിൻ. എഫേസ്യർ 5:18 എവിടെ നിറയുവിൻ? തലയിലോ? ഉള്ളിൽ നിറയുവിൻ. യോഹന്നാൻ 7:37 ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഉള്ളിൽ നിറയുവിൻ.
അപ്പോൾ വാ പ്രസ്താവിക്കുന്നത് ഉള്ളിൽ നിറയുന്നതിൽ നിന്നാണ്. ആമേൻ. മത്തായി 12:45 നമ്മ പഠിപ്പിക്കുന്ന ഇരുദയത്തിൽ നിറയുണ്ട് കവിയുന്നതിൽ നിന്നല്ലയോ വായ് പ്രസ്താവിക്കുന്നത്. ഇരുദയത്തിൽ നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലയോ വാ പ്രസ്താവിക്കുന്നത്. ഔട്ട് ഓഫ് abundance of heart the Bible says the mouth speaks. ഇടയത്തിൽ ആത്മാവ് നിറഞ്ഞാൽ ആത്മാവിൻ്റെ ഭാഷ നാക്ക് സംസാരിക്കും. ഭാഷ പലവിധം. യഹോവ ദൈവത്തിന് ഒരു ഭാഷ ഉണ്ട്. നമ്മുടെ മഹാരാജ ക്രിസ്തുവിനൊരു ഭാഷ ഉണ്ട്. പരിശുദ്ധാത്മാവാം ദൈവത്തിനൊരു ഭാഷ ഉണ്ട്. തിരിയേക ദൈവത്തിന് ഒട്ടുമൊത്തം ഒരു ഭാഷ ഉണ്ട്. ദൂതന്മാർക്കൊരു ഭാഷ ഉണ്ട്. ആത്മാവിൽ നിറഞ്ഞ ദൈവഭക്തന് ഒരു അന്യ ഭാഷ ഉണ്ട്. മർക്കോസ് 1:10 ജോർദാന്റെ നദിയിൽ യേശു സ്നാനത്തിനായി ഇറങ്ങിയപ്പോൾ ആകാശം പിളർന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അപ്പോൾ യഹോവ ദൈവത്തിൻ്റെ ഒരു ഭാഷ മുഴങ്ങിക്കേട്ട്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് യഹോവ ദൈവത്തിൻ്റെ ഭാഷ. ക്രിസ്തുവിന് ഒരു ഭാഷ ഉണ്ട്. അപ്പോസ്തലർ 26:14 പൗലോസ് സാക്ഷീകരിക്കുന്നത്, അവൻ എന്നോട് സംസാരിച്ചത് എബ്രായ ഭാഷ. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് സൗലേ? I am your Lord whom you persecute എന്ന് എബ്രായ ഭാഷയിൽ യേശു എന്നോട് സംസാരിച്ച്. യേശു സംസാരിക്കുവാൻ ഒരു ഭാഷ എബ്രായ ഭാഷ. ബൈബിൾ സുവിശേഷത്തിൽ മർക്കോസ് സുവിശേഷം 5:41 മർക്കോസ് 5:41 പള്ളിപ്രമാണിയുടെ 12 വയസ്സ് പെൺകുട്ടി മരിച്ചു കിടന്നപ്പോൾ യേശു അവിടെ പോയി സംസാരിച്ചത് അറാമിയ ഭാഷ. മർക്കോസ് സുവിശേഷം 5:41 തലീത ഖൂമി, ചെറു പെണ്ണേ നീ എഴുമ്പ്, പാലെ എഴുന്നേൽക്കുക, ചെറു പെണ്ണേ നീ എഴുമ്പ്, തലീത ഖൂമി. യേശു സംസാരിച്ചത് അറാമിയ ഭാഷ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മർക്കോസ് സുവിശേഷം 8:12 പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ റൗണ്ട് അപ്പ് ചെയ്ത് പറഞ്ഞ്, ഷോ us a sign, ഒരു അടയാളം ചെയ്, ഒരു അത്ഭുതം ചെയ്, ഒരു ഇന്ത്യൻ കറൻസിയെ കൊണ്ടുവാ, ഒരു അമേരിക്കൻ ഡോളറെ കൊണ്ടുവാ, ഒരു അടയാളം കാട്ട്. യേശു അവിടെ ഉച്ചരിച്ച ഭാഷ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ നിറങ്ങി. ആമേൻ. മൂടന്റെ മുമ്പിൽ അവൻ നിറങ്ങി. അതൊരു ഭാഷയാണ്. The Bible says Jesus Christ sighed greatly in spirit. It was a language. അത് ഭാഷയാണ്. ചില ആളുകളുടെ മുമ്പിൽ നാം ആത്മാവിൽ നിറങ്ങേണ്ടി വരും. അത് ഒരു ഭാഷയാണ്. അവൻ ആത്മാവിൽ നിറങ്ങി. ലൂക്കോസ് സുവിശേഷം 10:21 വേറൊരു സന്ദർഭത്തിൽ യേശു ആത്മാവിൽ ആനന്ദിച്ചു. അത് അവൻ്റെ ഭാഷയാണ്. He rejoiced in spirit. പക്ഷെ അവൻ ഒരിക്കലും ചിരിച്ചില്ല. മനസ്സിലായോ? ചിരിയാണ് സന്തോഷമെന്ന് അവിടെ ക്ലാസ്സുകളുണ്ട്. അതിൽ പോയി പട്ടുക്കളയരുത്. അവൻ ഒരിക്കലും ചിരിച്ചില്ല. അവൻ ആത്മാവിൽ സന്തോഷിച്ചു, ആത്മാവിൽ നിറങ്ങി. അവൻ ഹെബ്രായ ഭാഷയിൽ സംസാരിച്ചു, അവൻ അരാമിയ ഭാഷയിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവാം ദൈവത്തിനും ഒരു ഭാഷ. റോമർ 8:26 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാത്ത ആത്മാവിൻ്റെ നറക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ആത്മാവിൻ്റെ നരക്കം ഇന്ന് എത്ര അറിയിച്ചിട്ടും പ്രഭാത ആരാധനയിൽ ഇങ്ങനെ ഇടയ്ക്ക് കൈയും വെച്ച് വീട്ടിൽ കിടന്ന് ക്യാൻസർ സൗഖ്യമായവർ, ഭാര്യ വിട്ടിട്ട് പോയവർ, വീടില്ലാതെ ഭർത്താവ് വിട്ടിട്ട് പോയവർ നന്നായിട്ട് കൊറട്ട പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ആത്മാവ് നരങ്ങുന്നു. Sighing greatly. The Holy Spirit is groaning. അത് ദൈവാത്മാവിൻ്റെ ഭാഷ. അപ്പോസ്തല പ്രവൃത്തികൾ 13 ആദ്യ വചനങ്ങളിൽ ചില പ്രവാചകന്മാർ കൂടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. യഹോവ ദൈവത്തിനൊരു ഭാഷ, ക്രിസ്തുവിന് ഒരു ഭാഷ, പരിശുദ്ധാത്മാവിനൊരു ഭാഷ, ദൈവദൂതന്മാർക്കൊരു ഭാഷ, ത്രിയേക ദൈവത്തിന് ഒരുമിച്ചൊരു ഭാഷ. ആമേൻ. നിമ്രോഡ് ഗോപുരം പണിതപ്പോൾ ഉൽപ്പത്തി പുസ്തകം 11:7 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ത്രിയേക ദൈവം സംസാരിക്കുന്ന വരിക, നമുക്ക് ഇവരെ കലക്കിക്കളയാം. ത്രിയേക ദൈവത്തിൻ്റെ ഭാഷ, യഹോവ ദൈവത്തിൻ്റെ ഭാഷ, ക്രിസ്തുവിൻ്റെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ. സ്വർഗത്തിന് ഒരു ഭാഷ ഉണ്ട്. 2 കൊരിന്ത്യർ 12:10 പൗലപ്പോസ്തലൻ 14 ആണ്ടുകൾക്ക് മുമ്പ് തനിക്ക് സംഭവിച്ച അനുഭവം മറമുഖമായി അവിടെ അവതരിപ്പിക്കുന്നു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആ മനുഷ്യൻ എന്നുള്ള ഞാൻ സ്വർഗത്തിലെ സംസാരിക്കുന്ന ഭാഷ ഞാൻ കേട്ട് മനുഷ്യർക്ക് പറയുവാൻ കഴിയാത്തതും മനസ്സിലാക്കുവാൻ കഴിയാത്തതുമായ ഒരു ഭാഷ. അത് ഒന്നുകൂടെ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമാക്കുന്ന വെളിപ്പാട് പുസ്തകം 7:10 വചനത്തിലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലെ അത്യുച്ചത്തിലെ ആർപ്പുവിളി ഞാൻ കേട്ട്. The voice in heaven ഭാഷയാണ്. അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. യഹോവയ്ക്കൊരു ഭാഷ, തമ്പുരാൻ യേശുവിന് ഒരു ഭാഷ, പരിശുദ്ധാത്മാവാം ദൈവത്തിനൊരു ഭാഷ, ത്രിയേക ദൈവത്തിനൊരു ഭാഷ, ദൂതന്മാർക്കൊരു ഭാഷ. ഇവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നിന്റെ ആദരത്തിലെ ഒരു ഭാഷ ദൈവം നൽകും. അതിൻ്റെ പേരാണ് അന്യ ഭാഷ. 1 കൊരിന്ത്യർ 14:1-2 വചനങ്ങളിൽ അന്യ ഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോട് അല്ല അവൻ സംസാരിക്കുന്നത്, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യ ഭാഷ സംസാരിക്കുന്നവൻ 4-ാം വചനം അതേ അധ്യായം തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. പൗലോപ്പോസ്തലൻ എഴുതുന്നു, ഞാൻ നിങ്ങൾ എല്ലാവരെക്കാളും അധികം അന്യ ഭാഷയിൽ സംസാരിക്കുന്നവൻ. ആകയാൽ അന്യ ഭാഷ സംസാരിക്കുന്ന ഒരുവനെയും ആരും വിലക്കരുത്. ദൈവത്തോട് സംസാരിക്കാൻ ലഭിച്ച ഭാഗ്യം സന്തോഷമാണ്, സന്തോഷമാണ്. നെഗേമിയ 8:10 യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം. ആമേൻ. ദൈവത്തിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലം. ആ ബലത്തോടെ പോകാം. നമുക്ക് എഴുന്നേൽക്കാം, കണ്ണുകളടച്ച് ഹൃദയം തുറന്ന് കേട്ട വചനത്തിനായി, കേൾപ്പിക്കാൻ ദൈവം തന്ന ആരോഗ്യത്തിനായി, കേട്ടിട്ടിരിക്കാൻ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപയ്ക്കായി
சொர்க்கத்தை வாழ்த்தி ஸ்துதிச்சாட்டே. எல்லாரும் 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 சக்தியோடு 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 தெய்வ பைடலே ശരീരം കൊണ്ടും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ 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 ആമേൻ. ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക മഹത്വപ്പെടുത്തുക. നമ്മുടെ ശരീരത്തെ പാപം വാഴരുത്, പാപം വാഴരുത്. നമ്മുടെ ജീവിതത്തെ പാപം വാഴരുത്. ഞാൻ നിൽക്കാൻ പറഞ്ഞത് നിർബന്ധമല്ല. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാം. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. നിൽക്കുന്നവർക്ക് നിന്ന് പ്രാർത്ഥിക്കാം. ദൈവഭയം അനുഭവിച്ച് ദൈവസന്നിധി നിലവിളിച്ചാട്ടെ. കേട്ട വചനം പ്രിയമുള്ളവരെ ഉള്ളിൽ നട്ടുവയ്ക്കുക, ഉള്ളിൽ നട്ടുവയ്ക്കുക. വാ തുറക്കാം, വാ തുറക്കാം. യേശുവേ യേശുവേ. എല്ലാവരും 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 യാവരും 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 വാ തുറക്കണം, വാ തുറക്കണം. എൻ്റെ ഉള്ളിൽ വരണമേ. നന്ദി ഉള്ളവരായും ഇരുപ്പിൻ, സൽഗുണപൂർണരാകുവേൻ, ധൈര്യപ്പെടുവേൻ, ആത്മാവിൽ നിറയുവേൻ. എപ്പോഴും സന്തോഷിപ്പിൻ, മുമ്പോട്ട് തന്നെ പോകുവിൻ. ഇത് നിനക്ക് ലഭിച്ച നിർദ്ദേശമല്ല, കൽപ്പനയാണ്, കൽപ്പനയാണ്. കൊച്ചു കുട്ടികളെ യേശു അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളെ യേശു അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ യേശ് യേശ് ക്യാമ്പസിൽ ഈ കുട്ടികൾ ആർക്കും പിമ്പിലല്ല, മുമ്പിൽ നിൽക്കട്ടെ. പഠിത്തത്തിൽ മുമ്പിൽ നിൽക്കട്ടെ. ആരോഗ്യസ്ഥിതിയിൽ കാര്യങ്ങൾ ഗണിക്കുന്നതിൽ തീരുമാനിക്കുന്നതിൽ അപ്പാ ഈ കൂട്ടായ്മയിൽ നിന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുമ്പിൽ നിൽക്കട്ടെ. I bless them. I bless the little children now in the name of Jesus. യേശുവിൻ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിട്ട് വിട്ട് ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന വിട്ടുമാറാത്ത രോഗം യേശുവിൻ നാമത്തിൽ വിട്ടുപോ, വിട്ടുപോ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.